ഓരോ പ്രാവശ്യവും പാട്ട് പറയുമ്പോ സുഹൃത്തുക്കളെ, നമ്മളെ ചലശ്ശേരി സരസമേളയിൽ നവ്യ നായർ പങ്കെടുത്തിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് വന്നു പോയി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുക. അടുത്തത് മുരുകന്റെയും ഗണപതിയുടെയും കൂടെ ലോകത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും, എല്ലാ ജനങ്ങളും, ഒരുവിധം സ്റ്റാളുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നവ്യ നായർ വന്നപ്പോൾ ഉള്ളൊരു വീഡിയോ മാത്രം. ഓക്കെ, എല്ലാവരും കണ്ടോ? എത്താൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോ മുരുകന്റെ അടുത്ത് അമ്മ ചൂടാവും. ആണോ? ശരിയാണോ സുബ്രഹ്മണ്യ? നീ എങ്ങനെ ചെയ്തോ? അപ്പൊ സുബ്രഹ്മണ്യന് ആറ് മുഖം എന്നാ പറയാ. 6 തലയുണ്ട് സുബ്രഹ്മണ്യന്. ഈ 6 തലയിലും കൂടി മൂപ്പർക്ക് 12 കണ്ണുണ്ട്. അപ്പോ സുബ്രഹ്മണ്യൻ പറയും, അമ്മേ എന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ പറയാ, ദിങ്ങടും കുറെ തല, ദിങ്ങടും കുറെ തല. സാധാരണ മനുഷ്യന്മാർക്കൊക്കെ 2 കണ്ണാണുള്ളത്, നിനക്ക് മാത്രം 1, 2, 3, 4, 5, 6 എണ്ണീട്ട് തീരുന്നില്ലല്ലോ. ഇവിടെ നിന്നാ നിനക്ക് എന്നെ കാണാമോ, ഇവിടെ നിന്നാ നിനക്ക് എന്നെ കാണാമോ എന്ന് ചോദിച്ച് എന്നെ കളിയാക്കി. അപ്പോ അമ്മ ഗണപതി എടുത്ത് പറയും, നീയാണ് മൂത്തത്, ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല. അപ്പൊ ഗണപതി പറയും, അമ്മ നേരത്തെ പറഞ്ഞില്ലേ നല്ല സുന്ദരം മൂക്കാണെന്ന്. ഈ മൂക്ക് ആ മുരുകൻ അവന്റെ വേലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് മാനക്കേടല്ലേ? എല്ലാവരുടെ അടുത്ത് അവൻ പറയുക, എത്രയേ ഉള്ളൂ എല്ലാവരെയും മൂക്ക്, ഇവന് മാത്രം എത്ര നീളമുള്ള മൂക്ക് എന്താന്ന് പറഞ്ഞ് ശൂലം വെച്ചിട്ട് എന്റെ മൂക്കിൽ കുത്തി. അങ്ങനെ ഇവർ 2 പേരുമുള്ള പരാതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പാർവതി പറയും, മതി നിർത്തിക്കോ, നിങ്ങൾ 2 പേരും സഹോദരന്മാരാണ്, ഇങ്ങനെ തമ്മി തല്ലാൻ പാടില്ല, സ്നേഹത്തോടെ കൂട്ടായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗണേശന്റെ തുമ്പിക്കൈ എടുത്ത് സുബ്രഹ്മണ്യന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് കോംപ്രമൈസ് ആക്കും. നമ്മളൊക്കെ മക്കളെ കോംപ്രമൈസ് ആക്കണ പോലെ. അങ്ങനെ പാർവതി 2 പേരെയും പിടിച്ച് തിരിഞ്ഞു നടക്കാം. എവിടേക്ക്? അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോഴുണ്ടോ തീരുന്നു മുറുമുറുപ്പ് ഗണേശന്. ഗണേശൻ വിളിക്കും, അതെ എൻ്റെ കയ്യിൽ അച്ഛൻ്റെ പാമ്പുണ്ട്, നിന്നെ ഞാൻ അതിനെ കൊണ്ട് കൊത്തിക്കും. എന്താ, ശിവന്റെ കഴുത്തിൽ പാമ്പില്ലേ, അതിനെ കൊണ്ട് ഞാൻ നിന്നെ കൊത്തിക്കും.